വെറും 3 ചേരുവ കൊണ്ട് ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുക കേട്ടോ. സാവധാനം ഉരുക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങ് ഉരുക്കി തുടങ്ങുന്ന സമയത്ത് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാര മുഴുവന് ഉരുകാതെ അങ്ങ് ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരണം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട, അപ്പോൾ കയ്പ്പ് രസം വരും. ഇത് എല്ലാം ഒന്ന് മെൽറ്റായിട്ട് ഈ ഒരു കളറായിട്ട് വന്നാൽ മതി കേട്ടോ. ഇനി ഈ ഒരു കളറായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കി പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പാനുമാണ്, ആ മുഴുവൻ പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തും ചെയ്ത്. അപ്പോൾ ഒന്നിച്ചങ്ങ് തിളച്ച് കുറച്ചങ്ങ് പൊങ്ങി പോയിട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റൗവിൽ നിന്ന് എടുത്തതുകൊണ്ട് ഒരുപാട് പാലൊന്നും പോയില്ല. ഇനി അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകിൽ വലിയ പാത്രം എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതുപോലെ അങ്ങ് നന്നായിട്ട് ഈ ഒരു കാരമലൊക്കെ പാലിലൊന്ന് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തിട്ട് ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതങ്ങ് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ തിക്കായിട്ട് വരും. ഒന്ന് നന്നായിട്ട് അങ്ങ് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ചൂടാറാൻ പാടില്ല. ചൂടാറിക്കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ നിന്നിട്ട് തന്നെ ഇങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ ഞാനിതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ക്രീസ് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് ഒന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ തന്നെ ഇത് സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം കേട്ടോ. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കാണാനും കുറച്ചൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡറും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ഇല്ലാത്ത ബട്ടർ സ്കോച്ച് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നൊരു ഡെസേർട്ടോ സ്വീറ്റൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.